ഹലോ! അങ്ങനെ മഴ തോരും മുമ്പേ പുതിയ പ്രൊമോ. എന്റെ പൊന്നോ അലീന തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് അല്ലേ. ആ ഓട്ടോ ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ അലീനയുടെ അവസ്ഥ എന്താകുമായിരുന്നു അല്ലേ. അപ്പൊ ആ ഓട്ടോ ചേട്ടന്റെ പെങ്ങളുണ്ടല്ലോ, അലീനയ്ക്ക് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്ത് ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാം കഴിഞ്ഞ് വൃത്തിയായിട്ട് നമ്മുടെ ആ ഓട്ടോക്കാരന്റെ സഹോദരിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുവാണ്. ഞാൻ ശരണ്യയെ കാണാൻ വന്നതായിരുന്നു അവളെ ആശ്വസിപ്പിക്കാൻ. പക്ഷേ ഇവരെല്ലാരും കൂടി എന്നെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുവായിരുന്നു. ഓട്ടോ ചേട്ടൻ വന്നില്ലായിരുന്നെങ്കില് ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞ് കരിക്കട്ടയായി മാറിയാനെ എന്നൊക്കെ പറയുവാട്ടോ അലീന. ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടാ പറയുന്നതേ. പിന്നീട് നമ്മുടെ ശരണ്യയുടെ വീട്ടിലേക്ക് നമ്മുടെ അലീന വീണ്ടും രണ്ടും കൽപ്പിച്ച് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ശരണ്യയുടെ അമ്മയ്ക്ക് "എന്തിനാ നീ അവളെ കാണുന്നേ?" എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, "എനിക്ക് അവളെ സമാധാനിപ്പിക്കാൻ പറ്റും" എന്നും പറഞ്ഞ് നമ്മുടെ ശരണ്യയുടെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടോ. അപ്പൊ അവിടെ ആ മുറിയിൽ ചെന്ന് ഇങ്ങനെ ലൈറ്റ് ഇടുമ്പോ തന്നെ നമ്മുടെ ശരണ്യ ഇങ്ങനെ പേടിച്ച് നിലവിളിക്കുവാട്ടോ. "ആ, ആ" എന്നും പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിലവിളിക്കുകയൊക്കെ ചെയ്യുവാണ്. അപ്പൊ അലീന ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ടേ. അപ്പുറത്താണെങ്കിൽ അലീനയ്ക്കെതിരെ ഈ ഒരു സംഭവം നടന്നത് നമ്മുടെ പോലീസ് അറിയുന്നുണ്ട്. എന്നിട്ട് അലീനയെ അന്വേഷിച്ചാണ് നമ്മുടെ പോലീസ് ബാലചന്ദ്രന്റെ വീട്ടിലെത്തുന്നത്. പക്ഷെ ബാലചന്ദ്രൻ കാര്യം എന്താണെന്ന് പോലും തിരക്കാതെ പോലീസിന് അവിടെ നാട്ടി പായിക്കുകയാണ്. "എന്താണ് സാർ ഇവിടെ വന്നത്? വല്ല വാറണ്ടാണോ? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ തിരിച്ചു പോണം" എന്നും പറഞ്ഞിട്ട് പോലീസ് പറയുന്നത് പോലും കേൾക്കാൻ നിൽക്കാതെ നമ്മുടെ ബാലചന്ദ്രൻ കതക് കൊട്ടിയടച്ച് അവരെ മാറ്റുന്നുണ്ട്. അപ്പൊ പോലീസ് ആദ്യം പറയുന്നുണ്ട്, "നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ വന്നത്" എന്ന് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാൻ ബാലചന്ദ്രൻ തയ്യാറാകുന്നില്ല ട്ടോ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണും. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.